ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ, ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കുറച്ച് വിശേഷങ്ങൾ, അതുപോലെ ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാനൊരു ചായ ഉണ്ടാക്കിയപ്പം മോന് കോഫി വേണമെന്ന് പറഞ്ഞു. അപ്പം മോന് കോഫി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ അവന് തലേ ദിവസം ഈവനിങ് നമ്മൾ കടല വറുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൂടെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവനത് രണ്ടും കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഞാനും ചായ ഉണ്ടാക്കി കുടിച്ചു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോയിൽ അബുദാബി പോയപ്പോൾ കുറച്ച് ഓർഗനൈസേഴ്സൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അതൊന്ന് കിച്ചണിലൊരു കോർണറിലൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ കോർണറിൽ ഫുഡ് പ്രോസസ്സർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ എടുത്ത് കബോർഡിനകത്ത് വെച്ചു. കാരണം എപ്പോഴും അത് എടുക്കാറില്ല, വല്ല എഗ്ഗ് ബീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കുഴയ്ക്കാനൊക്കെയാണ് എടുക്കാറ്. അപ്പോൾ ആ ഒരു സമയത്ത് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ട് ആ ഒരു കോർണറിൽ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്തു. മണി പ്ലാന്റൊക്കെ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടി റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതുപോലെ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വേര് വരുവാണെങ്കിൽ ഒരുമിച്ച് എല്ലാത്തിനും വേര് വരുമ്പോൾ നമുക്ക് മാറ്റി വേറെ പോട്ടിലേക്ക് ആക്കുകയോ എന്തെങ്കിലും മണ്ണിലേക്ക് പ്ലാന്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വെള്ളം തൊട്ട് നിൽക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം കുറയുന്നതനുസരിച്ച് തിരിച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഓർഗനൈസേഴ്സിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഈ എഗ്ഗ് ഓർഗനൈസർ ലാസ്റ്റ് നമ്മൾ അബുദാബി ട്രിപ്പിൽ വാങ്ങിയതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് 24 എഗ്ഗ് വെക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങിയ മുട്ടയൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എടുത്ത് വെക്കുമ്പോൾ പൊട്ടും. കണ്ടോ, ഒരെണ്ണം പൊട്ടിയിട്ടുണ്ട്. ഒരെണ്ണം അല്ല, 2 എണ്ണം പൊട്ടിയായിരുന്നു. അപ്പോൾ അത് ലാസ്റ്റ് ഞാനിങ്ങനെ പാത്രത്തിലേക്ക് കമഴ്ത്തി ട്രേ ഇങ്ങനെ ഫുള്ളായിട്ട് കമഴ്ത്തി പാത്രത്തിലേക്ക് എടുക്കും. മീൻസ് അതിൻ്റെ മുട്ടയുടെ ഷെല്ലിൽ തന്നെ ഉണ്ട് കേട്ടോ, മുട്ട പുറത്ത് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കണം. അവിടെ ചിലപ്പോൾ പിടിച്ചിരിക്കുകയാണെങ്കിൽ അതെടുക്കുമ്പോൾ പൊട്ടും. അപ്പോൾ പൊട്ടാത്തതൊക്കെ ഞാനിതുപോലെ ട്രേയിൽ ഇതിലേക്ക് ഓർഗനൈസറിൽ മാറ്റിയിട്ടുണ്ട്. ബാക്കിയെടുത്ത് ഫ്രിഡ്ജിന് ഡോറിൽ തന്നെ വെച്ചു, കാരണം പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ പൊട്ടിയ മുട്ടയും അതുപോലെ തന്നെ വേറെ കുറച്ച് വൈറ്റ് മുട്ടയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരു വീഡിയോയിൽ എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ട് ഈ മുട്ടയിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് കേട്ടോ. ഇവിടെ മുട്ടയുടെ എക്സ്പയറി ഡേറ്റ് ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ സീൽ ചെയ്ത് വെക്കും കേട്ടോ. പിന്നെ ഈ ഓർഗനൈസർ നല്ല ഫ്ലാറ്റ് സർഫസ് ആയതുകൊണ്ട് മുകളിൽ നമുക്ക് എക്സ്ട്രാ ബോക്സസ് എന്ത് വേണമെങ്കിൽ വെക്കാം, സ്പേസ് പോവുമൊന്നുമില്ല. അപ്പോൾ അതുപോലെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. കാരണം അത് ചില്ലിൻ്റെ സംഭവം അല്ലേന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ വലിയ വെയിറ്റൊക്കെ വെച്ച് സ്ക്രാച്ചൊക്കെ വരണ്ടെന്ന് ഓർത്ത് ഇതുപോലെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് മുകളിൽ വെക്കുകയും ചെയ്യാം. അപ്പോൾ അടുത്തത് ലഞ്ചിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു മാരിനേഷൻ ചെയ്ത് പ്രോൺസ് നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും. ഉപ്പും മഞ്ഞളും മുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ ചേർത്തിട്ട് ചെറിയൊരു മാരിനേഷൻ, ഒത്തിരി കട്ടിക്ക് വേണ്ട, ലൈറ്റായിട്ട് മതി.
അപ്പോൾ ഈ ഒരു കറിക്ക് ടൊമാറ്റോയുടെ പുളി മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ പീസ് കുടംപുളിയും കൂടെ ഞാനിടും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതായിരിക്കും. അതുപോലെ തന്നെ അപ്പവും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. അതേസമയം നമ്മൾ ഈ പുളി ഇട്ടില്ലെങ്കിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. പുളി ഇടുമ്പോഴത്തേനും അടിപൊളിയായിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഇടാത്തവരാണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ. പിന്നെ കുറച്ച് ബോട്ടിൽ ക്ലീൻ ചെയ്യാനായിട്ട് ഉണ്ട് കേട്ടോ. അതായത് നമ്മൾ ഈ സ്റ്റാർബക്സിൽ നിന്ന് കോഫി മേടിക്കുന്നതും പിന്നെ അത് റാണിയുടെ ജ്യൂസാണ് കേട്ടോ, ബ്ലൂ റാണിയുടെ ജ്യൂസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ആദ്യം ഞാനത് കളയാമെന്ന് വിചാരിച്ചു. പിന്നെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് ഒക്കെ ഇട്ട് മുളപ്പിക്കണമെങ്കിലോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ കുടിക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു സ്റ്റാർബക്സിൻ്റെ ആ ഒരു നമ്മളെ ഫ്രപ്പിച്ചിനോടെ ആ ഒരു കുപ്പി. അപ്പോൾ അത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബോട്ടിലാണ്. ചില്ലിൻ്റെ ബോട്ടിലും കൂടെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിലും ജ്യൂസൊക്കെ കുറച്ച് എമൗണ്ടൊക്കെ ആണെങ്കിലും എടുത്ത് വെക്കാനും കുട്ടികൾക്ക് അതിനകത്ത് കുടിക്കാൻ കൊടുക്കാനും ഒക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈവനിങ് സ്നാക്സിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കുതിരാനായിട്ട്. അപ്പോൾ പരിപ്പോടെ ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അതിനും ആദ്യം കുറച്ച് സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തു. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഈ പരിപ്പ് നന്നായിട്ട് ചതച്ചെടുക്കുക. ഒത്തിരി അരഞ്ഞു പോകരുത്. ഇത്രയും പരിപ്പ് ഞാൻ അരയ്ക്കാതെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ ഇടാനായിട്ട്, ഇടയ്ക്ക് ഇങ്ങനെ കാണാനും അതുപോലെ കടിക്കാനും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇതുപോലെ ഒരു നമ്മൾ മിക്സിയിൽ കറക്കുമ്പോൾ പരിപ്പിൻ്റെ അടിഭാഗം മാത്രം അരയും, മുകളിങ്ങനെ അരയാതെ നിൽക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3-4 പച്ചമുളക് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ചതച്ച് വെച്ചിരിക്കുന്ന പരിപ്പും പിന്നെ ചതയ്ക്കാത്ത പരിപ്പ് കുറച്ചും, ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടിയാണ് കേട്ടോ. ഇത് കായം കൂടി പോകരുത്, കയ്പ്പുണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് കായപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്കത് അവിടെ റെസ്റ്റ് ചെയ്യാനായിട്ടൊരു 5 മിനിറ്റ് വെക്കാം കേട്ടോ, പരിപ്പിൻ്റെ ആ ഒരു മിക്സ്ചർ. അപ്പോൾ ആ സമയം കൊണ്ട് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടാക്കി എടുക്കാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വലിപ്പത്തിലുള്ള പരിപ്പൊടിയാണ്. നല്ല വലിപ്പം എന്നല്ല, അത്യാവശ്യം ഒരു ഉരുള നന്നായിട്ട് തന്നെ എടുക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് പണി തീരാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം ഒരു ചെറിയ പാത്രത്തിലാണ് എണ്ണ വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 3 എണ്ണ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് പരിപ്പോടെ തിരിച്ചു മറിച്ച് ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത്. ആദ്യം ഒരു നല്ല ഹൈ ഫ്ലെയിമിൽ വെക്കുക, എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയമിലാക്കിയിട്ട് തിരിച്ചു മറിച്ച് ഒരു 2 പ്രാവശ്യം അല്ലെങ്കിൽ 3 പ്രാവശ്യമൊക്കെ ഇട്ട് അതിൻ്റെ കളറ് ഉള്ളു വേവണം, കളറൊന്ന് ബ്രൗൺ ആക്കി എടുക്കണം. അതേസമയം ഞാൻ എന്താ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേയിലയുടെ കളർ ആ വെള്ളത്തിലേക്ക് കുറേശ്ശായിട്ട് വരുന്നത് നമുക്കങ്ങനെ കാണാം കേട്ടോ. അപ്പോൾ കടുപ്പ് പെട്ടെന്ന് ഇതാവണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ കടുപ്പ് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റുള്ള പരിപ്പുവടയായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പരിപ്പുവടയായിരുന്നു. അപ്പോൾ നല്ല കട്ടൻ ചായയും പരിപ്പുവടയൊക്കെ കൂട്ടി അന്ന് ഈവനിങ് ചായയൊക്കെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കഴിച്ചു കേട്ടോ. എപ്പോഴും ഒന്നും സ്നാക്ക് ഉണ്ടാക്കാറില്ല കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിപ്പുവട. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ഇറ്റ്സ് മീ ഷമീന സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും, നമസ്കാരം.